ഹായ് ഫ്രണ്ട്സ്, വീണ്ടും വെൽക്കം. അങ്ങനെ അതും വന്നിട്ടുണ്ട്. സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഓഫ് ജനനായകൻ അല്ലെങ്കിൽ തലപതി 69. പിടിച്ചു. അവിടെ എഴുതിയിട്ടുള്ള സാധനം ഞാനത് നോക്കി ഫസ്റ്റ് തന്നെ കണ്ടുള്ള സാധനം എന്താണ്, അതായത് നാൻ ആണയിട്ടാൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. നാൻ ആണയിട്ടാൽ അത് നടന്നു വിട്ടാൽ പരിപാടി തന്നെ പരിപാടി മൊത്തം പ്ലജരിക്കുന്നത് അതാണ്. അതായത് തമിഴക വെട്രിക്കഴകം, ഒരു പൊളി ഞാൻ പൊളിക്കും എന്നുള്ള സംഭവം നമുക്ക് വേണമെങ്കിൽ ധൈര്യമായിട്ട് അതിലൊരു സാധനം കൂടി എഴുതി ചേർക്കാമായിരുന്നു. അതായത് CM വാഴുക, CM തലപതി വിജയ് വാഴുക എന്നും കൂടി ചേർത്തിരുന്നെങ്കിൽ പൊളിയായനെ. കാരണം അത് തന്നെയാണ് പുള്ളിന്റെ ഉദ്ദേശം. ഇത് പക്ഷെ ലുക്ക് സൂപ്പർ സാധനം. അത് ഫസ്റ്റിനേക്കാളും എനിക്കിത് ഇഷ്ടമായി. ഫസ്റ്റ് മോശമാണെന്നുള്ളതല്ല, പക്ഷെ നമുക്കത് പെട്ടെന്ന് സാധനം കാണുമ്പോൾ ഒറ്റ സ്ട്രൈക്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത് വരാൻ പോകുന്ന 2026 ഇലക്ഷൻ ആണ് എന്നുള്ളത്, ലോകസഭയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇതില് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടെങ്കിൽ പോലും ഈ ലുക്ക്, തലപതിന്റെ ലുക്ക് കുറച്ചുകൂടി രസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. രണ്ടും ഒരു സാധനം തന്നെയാണ്, പക്ഷെ ഇവിടെ ആ താടിയിലുള്ള നിരയും സാധനങ്ങളൊക്കെ ഒന്നുകൂടി എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് റെഡ് കളറാണ്. റെഡ് കളർ മീൻസ് മേ ബി ഡെമോക്രസി ഓർ സംതിങ്, അങ്ങനെയാണോ എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ വെറുതെ ചോദിക്കുന്ന പോലെ ആവണമെന്നില്ല. പക്ഷെ ഇദ്ദേഹം പൊളിറ്റിക്സ് മുന്നിൽ കണ്ടതുകൊണ്ട് തന്നെ അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡെമോക്രസി നമുക്ക് അങ്ങനെ തന്നെ കൂട്ടാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ തർക്കിക്കാം, കുഴപ്പമില്ല. അതിനുശേഷം ഒരു ഫ്രെയിം അവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രെയിം അത് മേ ബി ഫ്രീഡം അല്ലെങ്കിൽ ജനങ്ങൾ എന്നൊക്കെ രീതിയിൽ അതിനുള്ളിലാണ് പുള്ളി നിൽക്കുന്നത്, ഫ്രെയിമിനുള്ളിൽ. അതായത് ആ ഒരു സംഭവത്തിന്റെ ജനങ്ങൾ അല്ലെങ്കിൽ എന്റെ ആളുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫ്രീഡം, അതിനുള്ളിലാണ് പുള്ളി നിൽക്കുന്നത്. എന്നിട്ട് കയ്യിലൊരു ചാട്ട. സംഭവം ഫ്രീഡം ഉണ്ട്, സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അനീതി എങ്ങനെ കണ്ടാൽ മകനെ അടിച്ച് തല ഞാൻ പൊളിച്ചു കളയും പന്നി എന്നുള്ളൊരു സംഭവത്തിലുള്ള ഒരു സാധനം ചാട്ട ഇങ്ങനെ വീശിയിട്ടുണ്ട്. എന്നിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആണയിട്ടാൽ എന്നാണ് പറഞ്ഞത്. അപ്പോ അത്തരക്കാരോട് ആണയിടുന്ന പോലെ, അതായത് എന്താ പറയാ, അങ്ങോട്ട് ആണയിടുന്ന മലയാളത്തിന്റെ ആജ്ഞാപിച്ചാൽ, അപ്പൊ അത്തരക്കാരോട് ആജ്ഞാപിക്കുക തന്നെ ചെയ്യും എന്നുള്ള ഒരു സംഭവം. എന്നാൽ പുള്ളി ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രീതിയിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ തെറ്റിനെ ചോദ്യം ചെയ്തിരിക്കുന്നുള്ളതാണ് ചാട്ട എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലുക്കിലേക്ക് വരുമ്പോൾ ഓഫ് കോഴ്സ് അടിപൊളി ലുക്കാണ്, ഒന്നും പറയാനില്ല. ആ നരച്ച താടിയും മുടി മുകളിലേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതും പുള്ളിന്റെ സ്റ്റൈലും വളരെ, ബോഡിയൊക്കെ ഭയങ്കര യങ് ഫീൽ അല്ലെങ്കിൽ വളരെ എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് എനിക്ക് മാത്രമാണ് തോന്നിയത്, എനിക്ക് അറിയില്ല. എനിക്ക് ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ആദ്യം വന്ന ഫസ്റ്റ് ലുക്കിലാണെങ്കിലും സെക്കൻഡ് ലുക്കിലാണെങ്കിലും. ആൻഡ് ഡ്രസ്സിങ് ആണ് ഒരു ബ്ലാക്ക് സിൽക്കി ഡ്രസ്സും പാന്റും ഒക്കെ ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നേരത്തെ കണ്ട പോലെ ഇടത്തേക്ക് ഒരു വാച്ച് എന്ന് പറഞ്ഞാലേ തലവൻ അതിലെ ആ ഒരു ലുക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൽ ഇത്തരത്തിലൊരു വാച്ച് കിട്ടിയിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. പിന്നെ വലത്തേക്കൽ ഒരു ഇടിവള, കഴുത്തിലൊരു മാല ഉണ്ട്, ഒരു കറുപ്പ് കളർ ചരട് പോലെ ഒരു സാധനം ഫീൽ ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ട് കാണിച്ചിട്ടൊന്നുമില്ല. അല്ല, അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞ ലുക്ക് പറയുമ്പോൾ അതൊക്കെ നമ്മൾ പറയേണ്ടതായിട്ടുണ്ടല്ലോ. അതിന്റെ മൊത്തത്തിൽ കണ്ടാൽ കിടിലൻ സാധനം. എച്ച് വിനോദ് ഇപ്രാവശ്യം പുള്ളീന്റെ ഇഷ്ടത്തിലുള്ള സാധനം ചെയ്യുകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ദളപതി വിജയ്യുടെ അദ്ദേഹത്തിന്റെ വിഷൻ, അദ്ദേഹം 2026 ജയിച്ചാൽ, CM ആയാൽ, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി അധികാരത്തിൽ എത്തിയാൽ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, എന്തൊക്കെയാണ് ചോദ്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് എടുത്തു കാണിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ ഉദ്ദേശം. നോ ഡൗട്ട്, അതിൽ ഡൗട്ട് വേണ്ട. അതായത് പുള്ളിക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങൾ ഉണ്ടാവാം. അതായത് പുള്ളി എന്തുകൊണ്ട് പൊളിറ്റിക്സിലേക്ക് വരുന്നു, അത് എന്തായാലും അവിടെ കാണിക്കും. പുള്ളി തുറക്കം തന്നെ പൊളിറ്റിക്സുകാരനായിട്ട് കാണിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. പുള്ളി ഒരു പ്രത്യേക സാഹചര്യത്തിൽ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുകയായിരിക്കും. അതായത് ലോകത്ത് നിൽക്കുന്ന അനീതികളും അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും എടുത്തു കാണിച്ച് അതിൽ ക്ഷുഭിതനായ, അല്ലെങ്കിൽ അതിനെ നിയമപരമായി നേരിടണമെന്നോ അല്ലെങ്കിൽ അതിന് പവർ വേണമെന്നോ മനസ്സിലാക്കി ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു തലപതി എന്ന രീതിയിൽ തന്നെയായിരിക്കും പുള്ളിക്കാരൻ ഈ സിനിമയിലും ഒരു പൊളിറ്റീഷ്യൻ ആവുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവം ആവുകയോ തന്നെ ആയിരിക്കും. ജനനായകൻ എന്ന് പറയുമ്പോൾ ഓഫ്കോഴ്സ് ലീഡറാണ്. അപ്പൊ ലീഡർഷിപ്പ് എന്ന രീതിയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. പുള്ളി അതിന് വേറെ കുറെ ആൾക്കാരെ സജ്ജമാക്കുന്നു. പുള്ളിയുടെ പിറകിൽ പുള്ളിയുടെ ആ ഒരു നന്മ അല്ലെങ്കിൽ ആ ഉദ്ദേശം ശുദ്ധി മനസ്സിലായിക്കൊണ്ട് ഒരുപാട് ആളുകൾ അണിനിരക്കുന്നു. അതിനുശേഷം പുള്ളി ഇപ്പോ ഈ തമിഴക വെട്രിക്കഴകം എന്ന് പറഞ്ഞ പുള്ളിന്റെ പാർട്ടി മുന്നോട്ട് വെക്കുന്ന കുറെ അജണ്ടകൾ ഉണ്ടാവും, കുറെ ഉദ്ദേശങ്ങൾ ഉണ്ടാവും, അവർ ചോദ്യം ചെയ്യാൻ നോക്കുന്ന കുറെ സംഭവങ്ങൾ ഉണ്ടാവും. അതെല്ലാം ഈച്ച് ആൻഡ് എവരി വൺ അവിടെ നോട്ട് ചെയ്ത് കാണിക്കും എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. അതിലെന്തായാലും വലിയ സംഭവങ്ങൾ, വലിയ പ്രശ്നങ്ങൾ എന്തായാലും കറക്റ്റ് ആയിട്ട് തന്നെ കാണിക്കും. അത് പറയാതെ പറയുന്ന പോലെ ആവും, പല പേരുകൾ പോലും ചിലപ്പോൾ യൂസ് ചെയ്യാം.
അതിനുശേഷം അതിനെതിരെ പുള്ളി പോരാടുന്നു, അവിടെ ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കുന്നു. എന്നിട്ട് അവിടെ ഞാൻ ആണയിട്ടാൽ എന്ന രീതിയിൽ കാൽമക്കാല് കയറ്റി വെച്ചിരിക്കുന്നു. ഇത് തന്നെയാണ് സിനിമയുടെ തീം, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. അപ്പൊ അത് തളപതിയുടെ വിഷൻ ആയിരിക്കും. ആ വിഷൻ ഒരു നല്ല സിനിമാറ്റിക് സ്റ്റൈലിൽ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമായിരിക്കും എച്ച് വിനോദ് എന്ന് പറയുന്ന ഡയറക്ടറുടെ ഇവിടുത്തെ പണി എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. അപ്പൊ എനിക്ക് എന്തായാലും അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. മൊത്തത്തിൽ കണ്ടാൽ അടിപൊളി സാധനം. പോസ്റ്റർ വൈസ് നോക്കുകയാണെങ്കിലും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനേക്കാൾ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ നല്ല ഗംഭീര പോസ്റ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഫ്രെയിം ചെയ്തിരിക്കുന്ന രീതിയും ആ കളറും അതിൽ വിജയിന്റെ കോസ്റ്റ്യൂമും രണ്ടും കൂടെ മിക്സ് ചെയ്ത് വരുന്ന സാധനം, കളർ മിക്സിംഗ് എല്ലാം നല്ല രസമുണ്ട്. ഭയങ്കര ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. നമുക്ക് എന്ത്, തളപതി വരുന്നു, സ്ക്രീനിൽ എൻജോയ് ചെയ്യുന്നു, ആ സ്വാഗ് കാണുന്നു. മൊത്തത്തിൽ തളപതിയുടെ ഒരു മാസ് സാധനം ആ രീതിയിൽ തന്നെ എച്ച് വിനോദ് ഇവിടെ ചെയ്യണേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഈ പൊളിറ്റിക്സ് മുൻ കണ്ട് അത് മാത്രം മുന്നോട്ട് പറയുന്ന ഒരു ഡോക്യുമെന്ററി സ്റ്റൈലിലേക്ക് കൊണ്ടുപോകാതെ വിജയുടെ ആ വിജയിസം അല്ലെങ്കിൽ തലപതിയിസം ആ സാധനം 100% ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെ ആകണം ഈ സിനിമ വരുന്നത് എന്നൊരു ആഗ്രഹം കൂടി ഉണ്ട്. എന്തായാലും ഇതല്ലാതെ ഒരുപാട് സിനിമകൾ, ഇപ്പൊ ലിയോ 2 വരുമെന്ന് പറയുന്നുണ്ട്, അവരെ തലപതി 71 പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒരുപാട് സിനിമകൾ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ ഒന്നും വരാത്തതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അവസാന സിനിമ, തലപതി അവസാനമായി വരാൻ പോകുന്ന സിനിമ എന്ന രീതിയിൽ തന്നെയാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള എനർജറ്റിക് പെർഫോമൻസ് തലപതിയുടെ അടുത്തുനിന്ന് വരികയും, അനിരുദ്ധാണ് മ്യൂസിക്, അതുകൊണ്ട് മ്യൂസിക്കിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഉണ്ടാവും തോന്നുന്നില്ല. നല്ല BGM ഒക്കെ ഇട്ട് ബൂസ്റ്റ് ആക്കി വരട്ടെ.